ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ മുട്ടയൊക്കെ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മുട്ടയൊക്കെ പൊട്ടി ഒരുപാട് നമുക്ക് സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പൊട്ടാണ്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ മുട്ട വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ നിങ്ങൾ കുറച്ച് വിനീഗർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അത്രത്തോളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുട്ട വെന്ത് കിട്ടും. പൊട്ടാണ്ട് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുട്ടയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് ടിപ്സ് ഇതുപോലെ മുട്ടയൊക്കെ പൊട്ടാണ്ട് വേവിക്കാനുള്ള ടിപ്സുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കിയാലോ. ഇതുപോലെ പാനിൽ നമുക്കിതാ ഒരുമിച്ച് ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൂരിക്ക് വേണ്ടിയിട്ട് പരത്തിയതാണ്. അപ്പോൾ നമുക്കിതുപോലെ തവയിലൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണയിലൊന്നല്ല ഞാൻ ആദ്യമേ പൂരിക്ക് പരത്തിയിട്ട് ഇടുന്നത്, ഇതുപോലെ തവയിലാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രയോജനമാകുന്നത് നമ്മൾ രാവിലെയൊക്കെ ഒത്തിരി ഒരുപാട് ബിസി ആയിരിക്കും കുട്ടികളെ സ്കൂളിൽ അയക്കാനും. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ബിസി ആയിരിക്കും പൂരിക്ക് പരത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പരത്തി ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിനകത്തോട്ടേക്ക് ഇട്ട് വെച്ചാൽ ഒരാഴ്ചത്തോളം നിങ്ങൾക്ക് കേടാവാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ബിസിയുള്ള സമയത്ത് പൂരിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പരത്തേണ്ട ആവശ്യമില്ല. രാത്രി തന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അതുപോലെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച വരെയ്ക്ക് ഇത് കൂടാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇനി പൂരിക്ക് വേണ്ടിയിട്ട് പരത്താൻ രാവിലെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത് അങ്ങനെ നമ്മൾ എടുത്ത് വെച്ച പൂരി ഞാനിത് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊന്തി വരുന്നുണ്ട്. ബലൂൺ പോലെ നല്ല വീർത്ത് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാഴായിട്ടുള്ള നമ്മുടെ വീട്ടിൽ യൂസൊന്നും ഇല്ലാത്ത ഒരു മൊബൈൽ ചാർജറാണ്. ചാർജറിൻ്റെ ഈ ഒരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു നല്ല യൂസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ വെറുതെ കളയുന്ന ചാർജറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് അവർക്കറിയില്ല, അവർ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെസ്റ്റേൺ ടോയ്ലറ്റ് ആകുമ്പോൾ അതിൻ്റെ മേൽഭാഗം ആ ഒരു സീറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കൈവച്ച് തുറക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല, ഹൈജീനിക് അല്ല. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണ്. നമുക്കിത് ആ മൊബൈൽ ചാർജർ, വെറുതെ കളയുന്ന മൊബൈൽ ചാർജർ ഇതുപോലെ നമുക്ക് ആ ഒരു സീറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചുമ്മാ ഇങ്ങനെ ആ ഒരു സീറ്റിൽ ഇങ്ങനെ കൈവച്ച് ഉപയോഗിക്കുന്ന ആ ഒരു ശീലം ഇല്ലാണ്ടാവും. ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെറുതെ കളയുന്ന ഈ ഒരു മൊബൈൽ ചാർജർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം പൊടിയുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇതുപോലെ അലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പിന്നീട് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതൊക്കെ ഇതുപോലെ കിടക്കുന്ന സോപ്പുകളൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അങ്ങനെയുള്ള സോപ്പുകളൊന്നും നമുക്ക് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ അലിഞ്ഞ് ഉപയോഗശൂന്യമായ സോപ്പ് ഞാനത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു ഉപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പൊടിപ്പിന് പകരം കല്ലുപ്പാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സോപ്പൊക്കെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ബിസിയാണ്. വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനൊന്നും ആർക്കും സമയമില്ല. എല്ലാവരും ബിസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിനീഗറാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വിനീഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഉപ്പ് വിനീഗറിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സോപ്പും കൂടെ ആ ഒരു സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരും. അതുപോലെ തന്നെ ഉപ്പ് നന്നായിട്ട് നമുക്ക് അലിഞ്ഞു ചേരും. അതുപോലെ തന്നെ സോപ്പിന് നല്ല കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിനീഗറിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ അത് സോഫ്റ്റ് ആയിക്കോളും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൾഗേറ്റ് ആണ്. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം അളവിൽ കോൾഗേറ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ക്ലോസറ്റൊക്കെ നമുക്ക് ഉരച്ച് കഴുകാണ്ട് കൊണ്ട് തന്നെ നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും.
എപ്പോഴും നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ടാകും. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് എപ്പോഴും ബാത്റൂം കഴുകിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ടോയ്ലറ്റ് വൃത്തിയാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ കോൾഗേറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഞാൻ വിനീഗർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വിനീഗർ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കംഫർട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സൊല്യൂഷന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഒറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് 24 hours നമ്മുടെ ടോയ്ലറ്റ് നല്ലൊരു സ്മെല്ലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് എപ്പോഴും ബ്രഷും അതുപോലെ തന്നെ ഹാർപ്പിക്കോ ഉപയോഗിച്ച് ബാത്റൂം എപ്പോഴും കഴുകി വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബോട്ടിലാണ്. ഞാനിത് വിനീഗറിൻ്റെ ബോട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ മുഴുവനും ഞാൻ ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ചെറിയ ഹോളൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരൊറ്റ സൊല്യൂഷൻ നമുക്കൊരു 10-15 ദിവസത്തേക്ക് ധാരാളമാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അധികം ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ബാത്റൂം 24 hours നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ്. 10-15 ദിവസമൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഈ ഒരു ബോട്ടിലുള്ള സൊല്യൂഷൻ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൻ്റെ മുകളിലേക്കായിട്ട് ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിലിൻ്റെ മൂടി നല്ല ടൈറ്റായിട്ട് തന്നെ നിങ്ങൾ മൂടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് തിരിയുമ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് ആ ഒരു സൊല്യൂഷൻ പുറത്തേക്ക് വരത്തക്ക രീതിക്ക് വേണം നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു നൂല് വെച്ച് ഇതിൻ്റെ മുൾഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. കുറച്ച് നൂല് വിട്ടിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി 10-15 ദിവസത്തേക്ക് നമ്മുടെ ക്ലോസറ്റ് ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയായി തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള വലിയ ഫാമിലിയിലൊക്കെ ആണെങ്കിലും ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവർ ക്ലോസറ്റിൽ പോയിട്ട് ഫ്ലഷ് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൊണ്ട് തന്നെ ഒരുപാട് സ്മെല്ലൊക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ക്ലോസറ്റിൽ ഒരു മഞ്ഞ കറയൊക്കെ പിന്നീട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി നമുക്ക് 10-15 ദിവസത്തേക്ക് ആ ഒരു ബാഡ് സ്മെല്ല് അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിൽ ആ ഒരു കറയും കാര്യങ്ങളൊന്നും വരാണ്ട് കൊണ്ട് നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ ക്ലോസറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുപ്പി ഇതുപോലെ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു നൂല് പുറത്തേക്ക് ബോട്ടിലോ ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു നൂല് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്ലഷ് ടാങ്കിലിട്ട് കൊടുത്ത ആ ഒരു ബോട്ടിൽ നമുക്ക് 10-15 ദിവസത്തേക്ക് പിന്നീട് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓരോ ടൈമും നമ്മൾ ആ ഒരു ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോട്ടിലിൽ നിന്നുള്ള സോപ്പും അതുപോലെ തന്നെ കംഫർട്ടും ഉപ്പും വിനീഗറും കോൾഗേറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ ക്ലോസറ്റ് എപ്പോഴും നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല ഫ്രേഗ്രൻസ് ഉണ്ടാകും കംഫർട്ടിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ ആയിട്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നമുക്ക് ആ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ല്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.